യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നമ്മൾ കാണുന്ന സകല മതങ്ങളിലെയും ദൈവങ്ങൾ ശിക്ഷിക്കുന്ന ദൈവങ്ങളായിരിക്കുമ്പോൾ ഒരേ ഒരു ദൈവം മാത്രമാണ് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ട് കടന്നു വന്നിട്ടുള്ളത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസവും ഈ സമയം ഓർക്കുക. തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറഞ്ഞാൽ, പഴയ നിയമം ശിക്ഷിക്കുന്ന നിയമമാണ് എങ്കിൽ പുതിയ നിയമം രക്ഷിക്കുന്ന നിയമമാണ്. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ എന്നുള്ള നിയമമായിരുന്നു എങ്കിൽ, പുതിയ നിയമം ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ഒരു ചെകിട്ടത്തടിക്കുമ്പോൾ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കുന്ന നിയമം. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ രക്തമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട, വേർതിരിക്കപ്പെട്ട, നിയമത്താൽ സ്ഥാപിതമായ പുതിയ നിയമസഭ. ആ സഭയുടെ നായകൻ ലോകത്തിൽ കടന്നു വന്നത് ശിക്ഷിപ്പാനല്ല, രക്ഷിപ്പാനാണ്. ഈ നിമിഷം തിരിച്ചറിയുക, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ ക്രിസ്തുവും ശിഷ്യന്മാരും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഗ്രാമവാസികൾ അവരെ കൈക്കൊള്ളാതെ ആ ഗ്രാമത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് ദഹിപ്പിച്ചതുപോലെ ആ ഗ്രാമത്തെ ദഹിപ്പിക്കണമേ എന്ന്. കർത്താവിൻ്റെ മറുപടി, മനുഷ്യപുത്രൻ ശിക്ഷിപ്പാനല്ല, രക്ഷിപ്പാനത്രേ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനമെന്ന് ഞാൻ അറിയുന്നില്ല, അതെൻ്റെ ജോലിയല്ല, ഞാനങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ നിനക്ക് കാണുവാൻ കഴിയും. മനുഷ്യനെ പേടിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിന്തിക്കുന്ന മതനേതാക്കന്മാരുള്ളതായി ഈ കാലത്ത്. ആത്മീയ ഗോളത്തിലും അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. അവർ മനുഷ്യനെ പേടിപ്പിച്ച് നിർത്തിക്കളയും, വിശ്വാസികളെ പേടിപ്പിച്ച് നിർത്തിക്കളയും. എന്നാൽ ബൈബിൾ ഉടനീളം പരിശോധിക്കുക, അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ദൈവസന്നിധി നിൽക്കേണ്ടതാകുന്നു. ദൈവസന്നിധി നിൽക്കുന്നതായ ഒരു സമയത്താണ് നാം ശിക്ഷയിലേക്ക് കടന്നു വരുന്നത്. ഈ ഐഹിക ജീവിതകാലത്ത് അവൻ നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാനാണ് ശ്രമിക്കുന്നത്. പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഒരുവൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? കർത്താവിൻ്റെ മറുപടി 70 വട്ടം എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ നിയമം ക്ഷമയുടെ ദൈവമാണ്. പുതിയ നിയമം ക്ഷമയുടെ നിയമമാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഈ നിമിഷം മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ, എൻ്റെ തെറ്റുകൾ, എൻ്റെ പാളിച്ച കൊണ്ട് സംഭവിച്ചതാണ്. ആ തെറ്റുകളെപ്പോലും മാറ്റി, ആ തെറ്റുകളെപ്പോലും ക്ഷമിച്ച് അത് വിജയമാക്കി തരുന്നതായ ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട്. യാക്കോബിൻ്റെ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ നാം കർത്താവിനാൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. എങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പരാജയങ്ങൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചവൻ്റെ വിധിയാണ് എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. വിധിക്ക് വിട്ടേച്ച് പോകുന്ന ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. വിധിയെ മാറ്റി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, തെറ്റുകളെ പോക്കി നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീ തകർച്ചയുടെ അങ്ങേയറ്റമായിക്കൊള്ളട്ടെ, ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ ആ മരണത്തിൽ നിന്ന് ഉദ്ധാരണം തരുന്ന ഒരു ദൈവമുണ്ട്.
ഈ നിമിഷം അവനിൽ വിശ്വസിക്കുക. അവൻ നിന്നെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന്, വിശ്വാസത്തോടെ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അവൻ നിന്നെ വിടുവിക്കും. ഈ പൽക്കാലം, ഈ ദിവസം ഉദ്ധാരണങ്ങളുടെ ദിവസമാണ് എന്ന് തിരിച്ചറിയുക. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ് എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. യഹോവ ഉണ്ടാക്കിയതായ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിച്ച് ആർക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.